മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേയധികം വ്യക്തികൾ എന്നെ ടെലിഫോണിലൂടെയും ഇമെയിലിലൂടെയും വാട്സപ്പിലൂടെയും ബന്ധപ്പെട്ടിട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഹിന്ദുധർമ്മം, സനാതനധർമ്മം അല്ലെങ്കിൽ ഭാരതീയ പൈതൃകം പഠിക്കണം എന്ന്. എവിടെ നിന്ന് ആരംഭിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ, എത്രയാണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് സാറ് ഒരു മാർഗനിർദ്ദേശം നൽകണം. വളരെയധികം ഹിന്ദു പേരുള്ളവരും കുറച്ച് ക്രിസ്ത്യാനികളും ഈ ഒരു ആവശ്യം മുമ്പോട്ട് വയ്ക്കാറുണ്ട്. കുറേ പേര് വേദം പഠിക്കണമെന്ന് പറയാറുണ്ട്, കുറച്ച് പേര് ധർമ്മശാസ്ത്രം പഠിക്കണമെന്ന് പറയാറുണ്ട്. അവരോട് ഞാൻ സാധാരണഗതിയിൽ പറയാറുള്ളത്, നിങ്ങൾക്കിത് പഠിക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. സ്വയം മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും ഉണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ആരംഭിക്കുക. ഭാരതം എന്ന രാഷ്ട്രം കാണണമെങ്കിൽ അത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിവിസ്തൃതമായ ഭാരതത്തിൽ വിവിധ ഭാഷകൾ, വിവിധ വേഷഭൂഷാദികൾ, ഭക്ഷണക്രമങ്ങൾ, പലതരത്തിലുള്ള ക്ഷേത്രങ്ങൾ, പല രീതികൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഇതെല്ലാം പഠിക്കണമെങ്കിൽ എത്ര ജന്മം കഴിഞ്ഞാൽ സാധിക്കാം. അപ്പൊ ഇത് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവര് ക്രിസ്ത്യാനികൾക്ക് ഒരു പുസ്തകം പഠിച്ചാൽ മതി, മുസ്ലിങ്ങൾക്ക് ഒരു പുസ്തകം പഠിച്ചാൽ മതി, ബുദ്ധമതക്കാർക്ക് ഒരു പുസ്തകം പഠിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഗ്രന്ഥങ്ങൾ മാത്രമാണെങ്കിൽ ആയിരക്കണക്കിനുണ്ട്. ആചാരങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ, ഞാൻ രാജ്യാന്തേശിത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രീതിയിലുണ്ട്. വിശ്വാസങ്ങളും വിചാരങ്ങളും എല്ലാം സ്വതന്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ യഥാർത്ഥത്തിൽ എവിടെ നിന്ന് ആരംഭിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം, ഭാരതം കാണാനായിട്ട്, ഭാരതം എന്ന രാഷ്ട്രം കാണാനായിട്ട് നിങ്ങൾ എവിടെയാണോ തുടങ്ങുന്നത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇന്നലെ മിനിങ്ങാന്ന് കുറേ പേര് അൺയൂഷ്വലി വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിക്കുന്നത്. നല്ല എഡ്യൂക്കേറ്റഡ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വേറൊരു രീതിയിൽ ആവർത്തിക്കുന്നത്. ഇപ്പൊ ഭാരതം കാണണമെന്നുണ്ടെങ്കിൽ തെക്കേ അറ്റം മുതൽക്ക് ആരംഭിക്കാം, കന്യാകുമാരി മുതൽക്ക്, പടിഞ്ഞാറേ അറ്റം മുതൽക്ക് ആരംഭിക്കാം, ഗുജറാത്ത് മുതൽക്ക്, കിഴക്കേ അറ്റം മുതൽക്ക് ത്രിപുരയോ നാഗാലാൻഡോ മുതൽക്ക് ആരംഭിക്കാം, വടക്കേ അറ്റം മുതൽക്ക് കാശ്മീർ മുതൽക്ക് ആരംഭിക്കാം. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വിമാനം, ട്രെയിൻ ഇറങ്ങുന്നത് അവിടെ നിന്ന് ആരംഭിക്കാം. പക്ഷെ ഒന്ന് ഓർമ്മിക്കണം, ഭാരതം എന്ന രാഷ്ട്രം അതിവിസ്തൃതമാണ്. ആ വിസ്തൃതമായ രാഷ്ട്രത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ വരി ആവർത്തിക്കുന്നു, എത്ര ജന്മം ജീവിച്ചാലും പഠിച്ചാലും തീരാത്ത അത്രയും കാണാനും കേൾക്കാനും അറിയാനും ചരിത്രപരമായിട്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ മറ്റെല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾ മരവുരിയും അതേപോലെ മരത്തിൻ്റെ ഇലകളും ഉപയോഗിച്ച് നാണം മറച്ചിരുന്ന കാലത്ത് സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു ജനത ഭാരതം എന്ന രാഷ്ട്രത്തിൽ ജീവിച്ചിരുന്നു. മാർക്ക് ട്വൈൻ പറഞ്ഞതുപോലെ ലോകത്തിലെ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാ വിഷയങ്ങളും എല്ലാ വീക്ഷണങ്ങളും സ്വതന്ത്രമായി വളർന്ന ഈ ആകാശത്തിന് കീഴിലുള്ള ഒരു രാഷ്ട്രമായ ഭാരതത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കുമെന്ന മാർക്ക് ട്വൈൻ പറഞ്ഞത്. അപ്പോൾ ആ ഭാരതത്തിൽ ധാരാളം കാണാനുള്ളതുപോലെ ധാരാളം പഠിക്കാനുണ്ട്. ഇന്നലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടർ എന്നോട് പറയേണ്ടായി, വേദത്തെക്കുറിച്ച് എനിക്ക് പഠിക്കണമെന്നുണ്ട്, എന്താ ചെയ്യാം? അതിന് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ നൽകിയത്. ഋഗ്വേദം പഠിക്കണമെങ്കിൽ ഋഗ്വേദത്തിനകത്ത് എന്താ ഉള്ളത്? ഒരു ക്രിസ്ത്യൻ മിഷണറി അദ്ദേഹത്തിനോട്
പറഞ്ഞു അത്രേ. ഋഗ്വേദത്തിനകത്തുള്ള ദൈവം ഏതാണ്? യജുർവേദത്തിനകത്ത് വിവരിക്കുന്ന ദൈവം ഏതാണ്? ഋഗ്വേദം കഴിഞ്ഞ് യജുർവേദം കഴിഞ്ഞ് സാമവേദം കഴിഞ്ഞ് അഥർവവേദത്തിൽ പൂർണ്ണമായിട്ടും വിവരിക്കുന്ന ദൈവം ഏതാണ്? ആ ദൈവമാണ് ബൈബിളിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്. അപ്പൊ ശരിക്ക് ഈ വേദത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത പ്രഗത്ഭനായിട്ടുള്ള ആ വ്യക്തിക്ക് ഈ നമ്മുടെ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു ക്രിസ്ത്യൻ മിഷണറി വേദത്തെക്കുറിച്ച് പറഞ്ഞത് അയാൾക്ക് ഏതോ അധികം ഒരു ഇൻതൂസിയാസമോ കൺഫ്യൂഷനോ എന്തൊക്കെയോ ഉണ്ടാക്കിയത് കൊണ്ടാണ് 2-3 പ്രാവശ്യം എന്നെ വിളിച്ചത്. അദ്ദേഹത്തിന് വേദത്തെക്കുറിച്ച് അറിയണം, കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കണം. ഞാൻ അപ്പോഴും മനസ്സിൽ വിചാരിച്ചു, പറയാനുള്ള വഴി തുറന്നാൽ അല്ലെങ്കിൽ പറയാൻ ഞാൻ ആരംഭിച്ചാൽ 2-3 പ്രോബ്ലങ്ങളാണ് മുമ്പിലുള്ളത്. ഒന്ന്, ഇങ്ങനെ വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് നേരെയില്ല, സമയമില്ല. 2, 15 വരിയോ 15 മിനിറ്റോ 15 മണിക്കൂറോ 15 ദിവസമോ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല ഇതൊന്നും. ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പോലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു കൊടുത്താൽ ആ ഉത്തരത്തിനോട് ചേർന്നിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും ആ വ്യക്തി വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുത്ത് ആ ഉത്തരത്തിൽ നിന്ന് അടുത്ത ഉത്തരത്തിലേക്ക് അടുത്ത ഉത്തരത്തിലേക്ക് അടുത്ത ഉത്തരത്തിലേക്ക് പോയി എത്ര പോയാലും തീരാത്തത്രയും ആണ് ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് ഇവിടെ പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ളത്. അതുകൊണ്ട് എന്താ പഠിക്കേണ്ടത്, എവിടെയാ പഠിക്കേണ്ടത്, എങ്ങനെയാ പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ എല്ലാവരോടും പറയുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഏതെങ്കിലും ധനികനായിട്ടുള്ള ഒരു വ്യക്തി ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തിരുത്താൻ യോഗ്യതയുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് കുറേ കേൾക്കുക. നമ്മൾ എല്ലാ പ്രഭാഷണങ്ങളിലും പറയുന്ന ഒരു വരിയുണ്ട്, ആചാര്യാത് പദമാദത്തെ. നിങ്ങൾ ഏത് വ്യക്തിയെയാണോ ആചാര്യനായിട്ട് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് കാൽഭാഗം സ്വീകരിക്കുക. പാദം ശിഷ്യ സ്വമേധയ, കാൽഭാഗം തന്നെത്താനെ ചിന്തിച്ച് വിശകലനം ചെയ്ത് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കാം. പാദം സബ്രഹ്മചാരിഭ്യ. ഇതേപോലെ പഠിക്കാൻ താല്പര്യമുള്ള മറ്റു കുറേ പേരെ കണ്ടെത്തിയിട്ട് അവരോട് ചർച്ച ചെയ്ത് ഈ വിഷയത്തെക്കുറിച്ച് കുറേ പഠിക്കാം. ശേഷം കാലക്രമേണ കുറേ കഴിയുമ്പോൾ കാലക്രമത്തിൽ നിങ്ങൾക്ക് തന്നെത്താനെ കുറേ അറിവുകൾ ഉണ്ടാവും. അങ്ങനെ 4 തരത്തിലാണ് അറിവുണ്ടാക്കേണ്ടത്. ഒന്ന്, ആചാര്യനിൽ നിന്ന് കാൽഭാഗം. ഞാൻ പ്ലൂറലായിട്ട് ഉപയോഗിക്കാൻ നിങ്ങളോട് പറയുന്നു, ആചാര്യന്മാരിൽ നിന്ന് കാൽഭാഗം. എന്താ ഇതിൻ്റെ അർത്ഥം? ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ യൂട്യൂബിൽ ധാരാളം ആചാര്യന്മാർ, ധാരാളം പ്രഗത്ഭർ പല ഭാഷകളിലും അവർക്കറിവുള്ള കാര്യങ്ങൾ അവരുടെ വീക്ഷണത്തിലൂടെ ആധുനിക ലോകത്തിന് അനുയോജ്യമായ വിധത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അവരിൽ നിന്ന് പരമാവധി എടുക്കാം, എന്നാലും കാൽഭാഗം എടുക്കാം. പാദം ശിഷ്യസും, കാൽഭാഗം നിങ്ങളുടെ ചിന്താശക്തിയും ബുദ്ധിയും വിവേചന ശക്തിയും മറ്റുള്ളവർക്ക് അടിയറ വയ്ക്കാതിരിക്കുക. നിങ്ങൾ സ്വയം ചിന്തിക്കുക, സ്വയം വിശകലനം ചെയ്യുക. അയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, പുസ്തകത്തിൽ പറഞ്ഞു എന്നുള്ളത് ഉപയോഗിക്കാതിരിക്കുക. ഇന്നൊരു പുസ്തകം ഒരാൾക്ക് പ്രസിദ്ധീകരിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 100 പേജുള്ളൊരു പുസ്തകം 1000 കോപ്പി അടിക്കാൻ കൂടി വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു 4000 രൂപ 5000 രൂപ വരും. 100 പേജുള്ള പുസ്തകം ഒരു പേജിന് 40 പൈസ വെച്ചെടുക്കുകയാണെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ കോസ്റ്റ് ഏതാണ് 40 രൂപ. അപ്പോൾ ഒരു 40 പൈസ എടുത്ത് ഒരു പുസ്തകത്തിന് 4 രൂപ വരും പ്രിൻറ്റിങ് കോസ്റ്റ്, അല്ലെങ്കിൽ 5 രൂപ വരും. അത് അങ്ങനെ 1000 കോപ്പി അടിക്കുകയാണെങ്കിൽ 5000 രൂപയോ 6000 രൂപയോ 7000 രൂപയോ വരും. 10000 രൂപ വരുന്ന വയ്ക്കുക. ഈ 10000 രൂപ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു പുസ്തകം എഴുതാനും അതിൻ്റെ പ്രൂഫ് റീഡ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്നത്തെ ലോകത്തിൽ. ആരെങ്കിലുമൊക്കെ ഡൊണേഷനും കൊടുക്കും. അപ്പോൾ ആരെങ്കിലും എഴുതിയ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ അതുപോലെ ബൈഹാർട്ട് പഠിക്കാതിരിക്കുക. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് അദ്ദേഹത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്നത് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അതെടുക്കാം. അപ്പോൾ ചോദ്യങ്ങൾ ആരോടെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം മാതൃഭൂമി പേപ്പറിൽ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ തറവായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാനും 1 മണിക്കൂർ കൊണ്ട്
ടൈറ്റിലും സബ് ടൈറ്റിലും നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതീയ പൈതൃകം അങ്ങനെ സാധിക്കില്ല. ഇപ്പോൾ വേദം പഠിക്കണമെന്ന് പറഞ്ഞൊരു നല്ല ഡോക്ടർ എൻ്റെ അടുത്ത് വേദത്തിലെ കണ്ടന്റിനെ കുറിച്ച് ചോദിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറേ സംശയം എനിക്കുണ്ട്, എന്ന് നിവാരണം ചെയ്തു തരാൻ എപ്പോഴാണ് സമയപ്പെടുക? ഞാനെന്നല്ല, ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും ടെലിഫോണിലൂടെ ഇൻഡിവിജ്വൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ഒരാളുടെ സംശയവും തീർക്കാൻ സാധിക്കില്ല. ഞാൻ മദ്രാസിൽ ചെന്നൈയിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ പ്രഗത്ഭനായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം എനിക്ക് എഴുതി, ഞാൻ BHEL ജനറൽ മാനേജർ ആയിരുന്നു, റിട്ടയറായി, എനിക്ക് 66 വയസ്സായി, ഞാൻ കുറേ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രഭാഷണം ചെന്നൈയിൽ നടന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇനി ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം. കൃതയുഗം ആരംഭിച്ചത് എന്നാണ്, എത്ര വർഷം ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഉത്തരവൊന്നും തരില്ല, എൻ്റെ ഉത്തരവാദിത്വമല്ല, കാരണം ഇതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. ഈ BHEL ജനറൽ മാനേജർ എന്നുള്ള ലെവലിൽ ഇരുന്ന മനുഷ്യന് ഇങ്ങനെ ഒരു ആൻസർ തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഗോപാലകൃഷ്ണനാണോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്താ വേണ്ടതെന്ന്. ഗോപാലകൃഷ്ണനാണോ എന്ന് വീണ്ടും ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ വേണ്ടത്? 3 പ്രാവശ്യം ചോദിച്ചു. ഞാൻ ഫോൺ താഴെ വെച്ചു. കുറേ കഴിഞ്ഞ് അദ്ദേഹം വൈകുന്നേരം വീണ്ടും വിളിച്ചു. ഞാൻ പറഞ്ഞു, അതെ, എന്താ വേണ്ടേ പറയൂ. നിങ്ങൾ എന്താ രാവിലെ ഫോൺ താഴെ വെച്ചത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു, നിങ്ങൾ ചോദിച്ചില്ല. ഞാൻ BHEL ജനറൽ മാനേജർ റിട്ടയറായ, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ഇൻഡിവിജ്വൽ വ്യക്തിക്ക് എന്താ വേണ്ടത് ഫോണിലൂടെ എന്ന് ചോദിക്കലല്ലാതെ അതിനപ്പുറം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഇമെയിൽ 14 ദിവസം മുമ്പ് അയച്ചിരുന്നു, എന്താ എനിക്ക് മറുപടി അയക്കാത്തത്? ഞാൻ പറഞ്ഞു, കുറേ പേര് ഇമെയിൽ അയക്കുന്നുണ്ട് സാറേ, എന്താ സാർ അയച്ചതെന്ന് പറയൂ, നിങ്ങൾ ഇമെയിൽ തുറന്നു നോക്കൂ, ഞാൻ എന്താ അയച്ചിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, സാധിക്കില്ല, എന്താണെന്ന് സാറ് പറയുകയാണെങ്കിൽ ഞാൻ ഇമെയിലിൽ നോക്കാം. ഞാൻ നിങ്ങൾ ചെന്നൈയിൽ നൽകിയ പ്രഭാഷണത്തിലെ കുറേ കാര്യങ്ങൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒരു ഇൻഡിവിജ്വൽ ഇമെയിൽ അയക്കാനോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ സാധിക്കില്ല. ഉത്തരങ്ങൾ നൽകിയിരിക്കുന്ന യൂട്യൂബിൽ ധാരാളമുണ്ട്, അത് നോക്കി പഠിക്കുക. അപ്പോൾ ഉടനെ അദ്ദേഹത്തിന് വളരെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അദ്ദേഹം പറഞ്ഞു, പൈതൃകം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആള് പൈതൃകം അറിയാൻ താല്പര്യമുള്ള വ്യക്തിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള വർക്കാണ് ചെയ്യുന്നത്? ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതിനൊന്നിനും ഉത്തരം തരാനുള്ള ബാധ്യത എനിക്കില്ല. എൻ്റെ മുമ്പിൽ എൻ്റെ രാഷ്ട്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, എൻ്റെ ധർമ്മത്തെയും സംസ്കാരത്തെയും കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, ഞാൻ എവിടെയൊക്കെ യാത്രയ്ക്ക് പോകുന്നോ അവിടെയെല്ലാം സാധിക്കുന്നിടത്തോളം എൻ്റെ കയ്യിലുള്ള ഈ ചെറിയ കമ്പ്യൂട്ടറിൽ ചെറിയ ലാപ്ടോപ്പിൽ പറ്റാവുന്നിടത്തോളം, ചിലപ്പോൾ ഇരുട്ടായിരിക്കും, ചിലപ്പോൾ എക്കോ ഉണ്ടാവും, ചിലപ്പോൾ ക്ലിയർ ആവില്ല, അവിടെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ മുഖം കുറേ പേരെ കാണിക്കലല്ല, അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ സമകാലീന പ്രസക്തമായ വിഷയങ്ങൾ, നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളിലെ കുറേയധികം സന്ദേശങ്ങൾ, ഇത് 5-10 മിനിറ്റ് വീതം അപ്ലോഡ് ചെയ്യുക. അല്ലാതെ ഇൻഡിവിജ്വൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരമില്ല. പ്രധാനപ്പെട്ട ചോദ്യമാണെങ്കിൽ അതെല്ലാവർക്കും മനസ്സിലാക്കാൻ പാകത്തിന് യൂട്യൂബിൽ വീണ്ടും കൊടുക്കുന്നുണ്ടാവും. അപ്പം അദ്ദേഹം പറഞ്ഞു, യു ആർ നോട്ട് സ്യൂട്ടബിൾ ആസ് എ ടീച്ചർ ഫോർ ടീച്ചിങ് ദ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ. നിങ്ങൾ ഈ ഭാരതത്തിൻ്റെ പൈതൃകം പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഒരു അധ്യാപകനല്ല. നമ്മൾ വളരെ സന്തോഷം, നിങ്ങളെ പഠിപ്പിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ മതി. ലോകത്തിനെ പഠിപ്പിക്കൽ, മുമ്പിൽ ചമ്രം മടിഞ്ഞ് ഇരുത്തിയിട്ട് ധ്യാനമന്ത്രം ചൊല്ലിച്ച് പഠിപ്പിക്കലല്ല എൻ്റെ ജോലി. പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതങ്ങ് കൊടുക്കാം. അവനവൻ്റെ താല്പര്യവും ഇഷ്ടവും അനുസരിച്ചിട്ട് എടുക്കേണ്ടവരെടുക്കട്ടെ, എടുക്കേണ്ടാത്തവരെടുക്കണ്ട. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മഹാഭാരതം പഠിക്കണം എന്നുള്ള ആൾക്കാർ മഹാഭാരതത്തിലെ ഒരു സന്ദേശമോ ഒരു സംഭവമോ അത് മാത്രം വെച്ച് മഹാഭാരതത്തിനെ വിശകലനം ചെയ്യരുത്. മനുസ്മൃതിയെക്കുറിച്ച് ഒരാൾ വളരെ വികൃതമായിട്ട് എഴുതാറുണ്ട്, പറയാറുണ്ട്. പക്ഷെ മനുസ്മൃതി എന്താന്ന് വായിച്ചിട്ടാണോ ഈ പറയുന്നത്? അതിബൃഹത്തായ ഒരു ഗ്രന്ഥത്തിൽ 1 വരിയോ 2 വരിയോ എടുത്തിട്ടാണ് മാനവ ധർമ്മശാസ്ത്രം എന്നാണ് അതിൻ്റെ പേര്. മനുസ്മൃതിയുടെ പേര് മാനവ ധർമ്മശാസ്ത്രമാണ്. ഓർമ്മിക്കാൻ അതിനെ മനുസ്മൃതി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അത്രയും ബൃഹത്തായ ഒരു ഗ്രന്ഥത്തിൽ ഒന്നും പഠിക്കാതെ ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്ന വിധത്തിൽ അതിനങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് വേറെ ആരെങ്കിലും വായിച്ച് വികാരം കൊണ്ട് തുള്ളിച്ചാടി അതിന് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അയക്കാം. ഇപ്പം ഞാൻ ശരിക്കും ഇങ്ങനെ ആലോചിക്കാറുണ്ട്,
നമ്മളിതെല്ലാം വിവരിച്ചിട്ടുണ്ട്, അന്വേഷിക്കണ്ടേ? വികാരം കൊണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രശ്നത്തിന് ഉത്തരം നമുക്ക് ലഭിക്കുമോ? അപ്പോൾ ഏത് കാര്യം പഠിക്കണമെങ്കിലും കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ഈ ഭാരതത്തിൻ്റെ മാപ്പ് ഒന്ന് നോക്കാം. ആ മാപ്പ് നോക്കിയിട്ട് ഭാരതം എന്ന രാഷ്ട്രം കാണാൻ എവിടെ നിന്ന് ആരംഭിക്കേണ്ടതെന്ന് തീരുമാനിക്കാം. ഇനി അതല്ല, ഭാരതം എന്ന രാഷ്ട്രം കാണാൻ എവിടെ നിന്ന് ആരംഭിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ സാധിച്ചില്ലെങ്കിൽ തൽക്കാലം ഈ ഒരു വർഷം എവിടെയാ കാണേണ്ടത്? കേരളം കാണാം. കേരളം കാണാനാണ്. ഇപ്പൊ കേരളത്തിൽ വന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്കും പോയി കാണാം. അതേപോലെ ഈ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ആചാരങ്ങൾ പഠിക്കാം. ആചാരങ്ങൾ ഏത് പുസ്തകത്തിലാണുള്ളത്? അത് ഏതെല്ലാം പുസ്തകങ്ങളിലാണുള്ളത്? അത് എങ്ങനെയാണ് ആചാരങ്ങളുടെ വിവരണം അതിൽ വരുന്നത്? അത് ഏത് രീതിയിലാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്? അങ്ങനെ സ്വയം ചിന്തിച്ച്, അതിനിടയ്ക്ക് കുറേ പേര് ഈ ആചാരങ്ങളെ എതിർക്കുന്നവരുണ്ടാവും. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് പഠിക്കാനും പ്രയോഗിക്കാനും സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഹിന്ദു ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ അനാദികാലം മുതൽക്ക് നമ്മുടെ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനും വിമർശിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും നിരാകരിക്കാനും നിഷേധിക്കാനും അവഹേളിക്കാനുമുള്ള സ്വാതന്ത്ര്യം പണ്ട് മുതൽക്കുണ്ട്. പഠിക്കാനും പഠിപ്പിക്കാനും ഏതാണോ സർവൈവ് ചെയ്യേണ്ടത് അത് സർവൈവ് ചെയ്യും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരുന്നെങ്കിൽ ശ്രീരാമനും ലക്ഷ്മണനും അല്ല ജയിക്കേണ്ടത്, രാവണനും കൂട്ടത്തിലുള്ളവരുമാണ് ജയിക്കേണ്ടത്, രാക്ഷസീയ ശക്തികളുള്ളവര്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരുന്നെങ്കിൽ ഹിരണ്യകശിപുവും കൂട്ടത്തിലുള്ളവരുമാണ് ജയിക്കേണ്ടത്, പ്രഹ്ലാദനല്ല ജയിക്കേണ്ടത്. അതുപോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരുന്നുവെങ്കിൽ കംസനാണ്, ശക്തിമാനായ കംസൻ സ്വന്തം രാജകൊട്ടാരത്തിലാണ് വധിക്കപ്പെട്ടത്. 11 വയസ്സായിട്ടുള്ള ശ്രീകൃഷ്ണനാൽ. ഓർമ്മിക്കാം, സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ് ആണ് ഇവിടെ. അപ്പോൾ നമ്മളുടെ എതിർക്കുന്നവരും പുച്ഛിക്കുന്നവരും അവഹേളിക്കുന്നവരും അപകീർത്തിപ്പെടുത്തുന്നവരും അവരുടെ കർമ്മം ചെയ്യുന്നു. പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും പ്രതികരിക്കുന്നവരും അതിനായിട്ട് പ്രവർത്തിക്കുന്നവരും അവരുടെ കർമ്മം ചെയ്യുന്നു. സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ്. ഇതിലേതാണോ പ്രകൃതി നിയമപ്രകാരം സർവൈവ് ചെയ്യേണ്ടത് അത് സർവൈവ് ചെയ്യും. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു ടെലിഫോണിലൂടെ ഒരു ചോദ്യം ചോദിക്കുന്നത് കൊണ്ടോ ഒരു ഇമെയിലിലൂടെ ഒരു ചോദ്യം ചോദിക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ സംശയങ്ങളെ തീർക്കാനുള്ള ശ്രമം നിങ്ങൾ മുമ്പോട്ട് വെച്ചാൽ നടക്കില്ല. അത്രയും മഹാസാഗരം മാതിരി അറിവ് വിഷയത്തിലുള്ളത്. ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ പല ആചാര്യന്മാർ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ വേറൊരാൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇയാളിങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അവർക്ക് രണ്ടുപേർക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. വ്യാഴാഴ്ചയാണല്ലോ സാറേ ചിലർക്ക് ജന്മാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി, ചിലർക്ക് വെള്ളിയാഴ്ചയാണല്ലോ, വേറെ ചിലർക്ക് ശനിയാഴ്ചയായിരിക്കും. നിങ്ങൾക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്നത് അതെടുക്കാം. ശബരിമലയിലേക്ക് സ്ത്രീകൾ പോകുന്നത് സാറിന്റെ അഭിപ്രായം എന്താ? പോകണം എന്നുള്ളവർ പോകട്ടെ, പോകണ്ട എന്നുള്ളവർ പോകണ്ട. അതിനെ ഞങ്ങൾ എതിർക്കും. നിങ്ങൾക്ക് എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ എതിർത്തോളൂ. അതല്ലാതെ ഈ നമ്മൾ പറയുന്നത് വിചാരിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചാൽ സംഭവിക്കുന്നത് വികാര വിദ്വേഷാത്മകമായിട്ടുള്ള പ്രതികരണം കൊണ്ട് ഒന്നും നേടില്ല. അതുകൊണ്ട് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. വേദത്തെക്കുറിച്ചായാലും പുരാണത്തെക്കുറിച്ചായാലും എല്ലാം ഇറങ്ങിച്ചെല്ലാൻ അവനവൻ തന്നെ ശ്രമിക്കണം. 1-2 ചോദ്യങ്ങൾ ആരെങ്കിലും ഉത്തരം പറഞ്ഞു എന്ന് വരും. നിങ്ങൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ, വിക്കിപീഡിയ പോയാൽ, ഗൂഗിൾ സെർച്ച് പോയാൽ ആദ്യം കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ കറക്റ്റായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ കിട്ടും. ആ കറക്റ്റായിട്ടുള്ളത് കിട്ടിത്തുടങ്ങുമ്പോൾ 1993 ഞാൻ ആദ്യത്തെ പുസ്തകം എഴുതാൻ ആഗ്രഹിച്ചത് ഭാരതീയ വിചാരധാര എന്ന് പറഞ്ഞ പുസ്തകം. നമ്മുടെ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാം. 1.5-2 വർഷം എടുത്തു. ഒരു പിടുത്തവും എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ മനസ്സിലായി, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഭാരതീയ ഗ്രന്ഥങ്ങൾക്കുണ്ട്. വേദങ്ങൾ, ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ, ഇതിനെയാണ് വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ചുവട്ടിലെ വേദാംഗങ്ങൾ, ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം. അതിൻ്റെ ചുവട്ടിലെ ഉപവേദങ്ങൾ 4 അർത്ഥശാസ്ത്രം, ധനുർവേദം, ഗാന്ധർവവേദം, ആയുർവേദം.
അതിൻ്റെ ചുവട്ടിൽ ദർശനങ്ങൾ 6 അതിൻ്റെ ചുവട്ടിൽ 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, അതിൻ്റെ ചുവട്ടിലോ മുകളിലോ 2 ഇതിഹാസങ്ങൾ കഴിഞ്ഞു. ഭാരതീയ ഗ്രന്ഥങ്ങളുടെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. എന്തു ഗംഭീരമായിട്ടാണ്! വേണമെങ്കിൽ നാട്യശാസ്ത്രവും അതുപോലെ കാമശാസ്ത്രവും ഉപവേദങ്ങളുടെ ലിസ്റ്റിൽ പെടുത്താം, വേണമെങ്കിൽ പെടുത്താം, വേണമെങ്കിൽ വേണ്ട. എന്തു ഭംഗിയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ 1 വർഷം വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഭാരതീയ വിചാരധാര എന്ന പുസ്തകം എഴുതിയത്. എല്ലാവർക്കും ഇത് വേണ്ടി വരും. അങ്ങനെ പഠിച്ചാലേ പഠിക്കാനാവുള്ളൂ. ഒരു ടെലിഫോണിലൂടെയോ ഇമെയിലിലൂടെയോ നമ്മൾ പഠിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പറയും മനുസ്മൃതിയിൽ വൈദ്യനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ അയാളൊരു കൊട്ടേഷൻ എടുത്തു വരും. ആ മനുസ്മൃതി എന്ന അതിബൃഹത്തായ ഗ്രന്ഥത്തിലെ ഒരു വരിയോ മറ്റോ എടുത്തിട്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും തൊടാതെ ഇയാൾ വിവരിക്കുന്നത്. അത് ശരിയാവണമെന്നുണ്ടോ? അയാൾ നമ്മളെ മുഴുവനും കീഴടക്കാം. ഒന്നും അറിയാത്തവൻ എന്തെങ്കിലും അറിയുന്നവരെ തോൽപ്പിക്കുന്ന അവസ്ഥ, ഒന്നും അറിയാത്തവൻ എന്തെങ്കിലും അറിയുന്നവരെ പഠിപ്പിക്കുന്ന അവസ്ഥ, ഒന്നും അറിയാത്തവൻ അയാൾക്ക് കിട്ടിയ വരികൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥ. അത് നിന്നു മുടക്കാൻ നമ്മൾ എന്തിനാ വേവലാതിപ്പെടുന്നത്? അതുകൊണ്ട് ഏത് കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും 1994 സ്പീച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ. അതുകൂടാതെ പോപ്പുലർ ലെക്ചർ വേറെ നമ്പർ ഇടാതെ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ഏതെങ്കിലും ഒരു വിഷയം പഠിച്ച് തുടങ്ങാം. മറ്റു വിഷയത്തെക്കുറിച്ചുള്ള പ്രകാശവും നിങ്ങൾക്ക് ലഭിക്കും. ടെലിഫോണിലൂടെയോ ഇമെയിലിലൂടെയോ വാട്സപ്പിലൂടെയോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആർക്കും സാധിക്കില്ല. സാധിച്ചാൽ തന്നെ സമഗ്രമാവില്ല. 1, 2, 3 വരികളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ പറയുന്ന മാതിരി ടെലിഫോൺ വിളിച്ച് എനിക്ക് വയറുവേദന എടുക്കുന്നു, ഏത് മരുന്നാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ച ഡോക്ടർ 5, 6 ചോദ്യം ചോദിക്കും. പക്ഷേ ഈ വ്യക്തിയുടെ മറ്റൊരു അനാലിസിസും പറ്റില്ല. അദ്ദേഹത്തിന് തോന്നിയ വേദന സംഹാരിയായിരിക്കും ചിലപ്പോൾ തരാം. അതല്ല ശരിക്കും പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കംപ്ലീറ്റ് അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമ്മൾ അതിനേക്കാൾ എത്രയോ വിസ്തൃതമായിട്ടുള്ള ഏരിയയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോഴത്തേക്കും ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൽ തന്നെ പരിമിതിയുണ്ട്. എന്താ പരിമിതി അറിയും? ഞാനിപ്പോൾ തൃപ്പൂണിത്തുറയിലാണ്. ലൈറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ ക്യാമറയ്ക്ക് നല്ല ഗ്രിപ്പ് കിട്ടില്ല, നല്ല ഇരുട്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തൃപ്പൂണിത്തുറയിൽ വന്നപ്പോൾ റെക്കോർഡ് ചെയ്തപ്പോൾ നല്ല മുഴക്കമുണ്ടെന്ന് പറഞ്ഞു. മുറിയുടെ നീളം കൂടുതലായതുകൊണ്ട് മുഴക്കമുണ്ട്. ഇപ്പോൾ വേറൊരു മുറിയിലേക്ക് മാറ്റുമ്പോൾ ലൈറ്റ് കുറവാണ്. ഈ പരിമിതി ഉണ്ടെങ്കിലും പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ പറയുന്നുണ്ടാവും. പ്രണാമം, നമസ്കാരം.